ജെഫ്രി എപ്സ്റ്റെയിൻ ചത്തിട്ടോ അതോ കൊല്ലപ്പെട്ടിട്ടോ 6 വർഷമായി. എന്നിട്ടും വിവാദങ്ങൾ ബാക്കി. ഒരു അധ്യാപകനായി തുടങ്ങി, പിന്നീട് ഒരു ബാങ്കറായി മാറി, വലിയ പണക്കാരനായി മാറി. അതിനുശേഷം ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന പിഡോഫിലിയ, കൊച്ചുപിള്ളേരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന് ഫ്ലോറിഡയിലും ന്യൂയോർക്കിലുമൊക്കെ വലിയ സെറ്റപ്പ് ഉണ്ടായിരുന്നു, വിമാനങ്ങളും പിന്നെ സ്വന്തമായിട്ട് ഐലൻഡോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് മുതലാളിമാരും രാഷ്ട്രീയക്കാരും ഒക്കെ ആ കൂട്ടത്തിൽ കൂടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് പിന്നെ ആയിരക്കണക്കിന് കുട്ടികളെ ഇങ്ങനെ ദുരുപയോഗം ചെയ്തിരുന്നു എന്നാണ് പിന്നെ ആരോപണം. അപ്പോൾ അതിൽപ്പെട്ട ഒരു പെൺകുട്ടി അന്ന് പിന്നെ വിർജീനിയ ജിയൂഫർ എന്ന് പറഞ്ഞ് അവർ ഈയിടയ്ക്ക് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അവർ 43-ാമത്തെ വയസ്സിലോ മറ്റോ. അപ്പോൾ അവരതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയുണ്ടായി, നോബഡീസ് ഗേൾ എന്ന് പറഞ്ഞ്. അപ്പോൾ അവരെ ഇയാൾ ദുരുപയോഗം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ ദുരുപയോഗം ചെയ്തു പിന്നെ എന്നൊക്കെ ആ പുസ്തകത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആൻഡ്രൂ രാജകുമാരൻ എന്നുള്ള പദവി പോയി. ഇപ്പം ആൻഡ്രൂ വിൻസർ എന്ന് പറഞ്ഞ വീട്ടുപേര് ഉപയോഗിച്ചാണ് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ പൊതുവിൽ ഈ എപ്സ്റ്റൈനുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ വിവാദത്തിലും വിഷമത്തിലും പ്രശ്നങ്ങളിലും ചെന്ന് ചാടി. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടുള്ള വിവാദം പ്രസിഡന്റ് ട്രംപിനെതിരെയുള്ള വിവാദമാണ്. അപ്പോൾ പ്രസിഡന്റ് ട്രംപും ഇങ്ങേരുമായിട്ട് പിന്നെ വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവർ പിരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അത് വലിയ ബന്ധമുണ്ടായിരുന്നു, ഏതുതരം ബന്ധമായിരുന്നു എന്നുള്ളതിനെ പറ്റിയാണ് തർക്കം. അപ്പോൾ അതിൻ്റെ രേഖകളെല്ലാം പിന്നെ പുറത്തുവിടണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുന്നു. ആ രേഖകളൊന്നും പുറത്തുവിടാനായിട്ട് അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ കയ്യിലാണ്. പുറത്തുവിടാനായിട്ട് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് തയ്യാറല്ല. അപ്പോൾ അത് പുറത്തുവിടാൻ വേണ്ടി ഒരു വോട്ടെടുപ്പ് കോൺഗ്രസ്സിൽ നടത്താനായിട്ട് പിന്നെ അടുത്ത ആഴ്ച എങ്ങനെ നടത്താനായിട്ട് തീരുമാനമായിട്ടുണ്ട്. അത്രയും വരെയും. അപ്പോൾ ഈ വിവാദം വൈറ്റ് ഹൗസും പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയും പിന്നെ അടിച്ചമർത്താനായിട്ട് അത് എങ്ങനെയും പൊങ്ങി വരാതിരിക്കാനായിട്ട് ശ്രമിക്കും തോറും അത് പിന്നെയും പൊങ്ങി വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയും ഒരു വിവാദം വരേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ പ്രസിഡന്റ് ട്രംപിനെ നമ്മൾ ഇലക്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മുൻകാല ചെയ്തികളെ പറ്റി നോക്കിയല്ല. അദ്ദേഹം പ്രധാനമായിട്ടും ഈ അനധികൃത കുടിയേറ്റക്കാർ വരുന്നതും ഈ അനധികൃത കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുമെന്നും പറഞ്ഞ് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയാണ് പിന്നെ ഇലക്ഷനിൽ വിജയിച്ചത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റു കാര്യങ്ങളെപ്പറ്റി, വ്യക്തിപരമായ കാര്യങ്ങളെപ്പറ്റി ഈ പിന്നെ എന്താ പറയുക, സമ്പന്നരായ ആളുകൾ, അമേരിക്കയിലെ സമ്പന്നരായ ചെറുപ്പക്കാരും അവർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മളിപ്പം അത് പറഞ്ഞിട്ട് എന്താണ് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു ധാർമ്മികത എന്ന് പറയുന്നത് ആ പഴയൊരു ധാർമ്മികത ഇപ്പോൾ അമേരിക്കയിലുണ്ടോ? ഇപ്പോൾ വാട്ടർ ഗേറ്റ് സംഭവം ഇന്നാണ് നടക്കുന്നതെങ്കിൽ അതിന്ന് പിന്നെ ഒരു പ്രസിഡന്റിൻ്റെ രാജിയിലേക്ക് വരെ കലാശിക്കുമായിരുന്നു എന്ന് സംശയം തോന്നുകയാണ്. പ്രധാനപ്പെട്ട കാര്യം നമ്മുടെയെല്ലാം അമേരിക്കക്കാരുടെയൊക്കെ ചിന്താഗതികളിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ മൂന്നാം ലോകരാജ്യത്ത് നിന്ന് വന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇങ്ങനെയും ഇതിനേക്കാൾ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളുമൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കാണുന്ന ഈ ചെറിയ കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ആ ധാർമ്മികതയിലൊരു വെള്ളം ചേർക്കുന്നതിൽ ഈ കുടിയേറ്റക്കാർക്കൊരു പങ്കുണ്ട് എന്ന് തന്നെ പറയാം. എങ്ങനെയായാലും ഈ പ്രസിഡന്റ് ട്രംപ് ഇപ്പം പിന്നെ ഉത്തരവിട്ടിരിക്കുന്നത് ഈ എപ്സ്റ്റൈനുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ക്ലിൻ്റനും പിന്നെ അതുപോലുള്ളവർക്കുമെതിരെ കൂടി ഒരു അന്വേഷണം നടത്താനായിട്ട് ഉത്തരവിട്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയായാലും ഈ എപ്സ്റ്റൈൻ മരിച്ചുവെന്നും കൊല്ലപ്പെട്ടുവെന്നും കോൺസ്പിറസി തിയറിയുണ്ട്. അപ്പം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തതെന്നും പറഞ്ഞ് പിന്നെ FBI ഒരു വീഡിയോ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിൽ 2.5 മിനിറ്റോളം ശരിക്കുള്ള ഭാഗങ്ങൾ കാണിക്കുന്നില്ല. എന്ന് മാത്രമല്ല ആ വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്നും പറഞ്ഞ് ആക്ഷേപം ഉയർന്നിരുന്നു. അപ്പം പിന്നെ 2019 എപ്സ്റ്റൈൻ മരിക്കുന്നത്. അപ്പോൾ ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാനാണ് കൂടുതൽ ആളുകൾക്കും താല്പര്യമുള്ളത്. എന്തായാലും ഈ വിവാദങ്ങൾ ഇങ്ങനെ വിടാതെ കിടക്കുന്നു. അപ്പോൾ ഇത് പ്രസിഡന്റ് പദവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാകുമ്പം ആ വിവാദങ്ങൾ കെട്ടടങ്ങാതെയും കിടക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഈ ഭരണകൂടം, ഈ പ്രസിഡന്റ് ട്രംപ് പറയുന്നതാണ് കാര്യത്തിൽ പിന്നെ അദ്ദേഹത്തിനൊരു രാജ്യം ഭരിക്കാനുണ്ട്, ഇങ്ങനെയുള്ള ഈ ചീട് കാര്യത്തിലൊക്കെ പറഞ്ഞ് സമയം കളയാനായിട്ടില്ല. പക്ഷേ അത് വിവാദം ഒഴിഞ്ഞു പോകുന്നുമില്ല. അതാണ് കാര്യം.